എന്തുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ ഭൂമിക്ക് പുറത്ത് ജലം തേടി അലയുന്നത്? ഒരു അന്യഗ്രഹത്തിൽ ജലമുണ്ടെങ്കിൽ അവിടെ ജീവനുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? എന്തുകൊണ്ടാണ് മറ്റ് ദ്രാവകങ്ങൾക്ക് പകരം വെള്ളത്തിൽ ജീവൻ ഉത്ഭവിച്ചത്? ഭൂമിയിലെ ഏതു ജീവികളുടെയും ശരീരദ്രാവകത്തിൻ്റെ അടിസ്ഥാനം ജലമാണ്. ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിൻ്റെ 60% ജലമാണ്. ഭൂമിക്ക് പുറത്തുള്ള ജീവനെക്കുറിച്ച് പറയുമ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന സംഗതി ജലത്തിൻ്റെ സാന്നിധ്യമാണ്. കാരണം ജലമുണ്ടെങ്കിൽ മാത്രമാണ് നാം അവിടെ ജീവനും പ്രതീക്ഷിക്കുന്നത്. ചൊവ്വയിലും ചന്ദ്രനിലുമൊക്കെ ജലമുണ്ടോ എന്ന് നാം അന്വേഷിക്കുന്നത് ഇക്കാരണം കൊണ്ടാണ്. ജലത്തിന് മറ്റ് പല ദ്രാവകങ്ങൾക്കുമില്ലാത്ത പല ഗുണങ്ങളുമുണ്ട്. അതിലൊന്ന് ജലം ഒരു യൂണിവേഴ്സൽ സോൾവൻ്റ് ആണ് എന്നുള്ളതാണ്. മറ്റേതൊരു ദ്രാവകത്തെക്കാളും കൂടുതൽ പദാർത്ഥങ്ങളെ ലയിപ്പിക്കാൻ ഇതിന് കഴിയും. ഇത് ജൈവ പ്രക്രിയകൾക്ക് നിർണായകമാണ്. ഈ ഒരു കഴിവ് വഴി ന്യൂട്രിയൻസും മിനറൽസും കോശങ്ങളിലേക്ക് എത്തിക്കാൻ ജലത്തിന് കഴിയുന്നു. ജലത്തിൻ്റെ മറ്റൊരു ഗുണമാണ് അഡ്ഹീഷൻ. വാട്ടർ മോളിക്യൂൾസും മറ്റു മെറ്റീരിയൽസിലെ മോളിക്യൂൾസുമായിട്ടുള്ള ആകർഷണ ബലമാണ് അഡ്ഹീഷൻ. ഉദാഹരണത്തിന് സസ്യങ്ങളിലെ വേരിൽ നിന്ന് ജലം ഇലകളിലെത്തുന്നത് ഇത് കാരണമാണ്. ഇതിനെ കാപ്പിലറി ആക്ഷൻ എന്ന് വിളിക്കുന്നു. ജലത്തിന് ജീവൻ്റെ അടിസ്ഥാനമായ രാസപ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ട മറ്റനേകം പ്രത്യേകതകൾ ഉണ്ട്. ഉദാഹരണത്തിന് ജലം ശക്തമായി അമ്ലഗുണമോ അല്ലെങ്കിൽ ക്ഷാരഗുണമോ ഉള്ളതല്ല. ഇവയ്ക്ക് നടുവിലാണ്. ഇത് പലവിധം രാസപ്രവർത്തനങ്ങൾക്ക് സഹായകരമാണ്. ജലം പെട്ടെന്ന് നീരാവിയായി പോകില്ല. അങ്ങനെ പോയാൽ ദ്രാവക രൂപത്തിൽ ജലമുണ്ടാകുക വിഷമകരമാണല്ലോ. താപനിലയിൽ കാര്യമായ ഉയർച്ചയില്ലാതെ ജലത്തിന് ധാരാളം ചൂട് ആഗിരണം ചെയ്യാൻ കഴിയും. വെള്ളത്തിൻ്റെ താപനില മറ്റ് ദ്രാവകങ്ങളെ അപേക്ഷിച്ച് പെട്ടെന്ന് കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ഇത് ജീവികളുടെ ശരീര താപനില നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. വലിയ വ്യതിയാനങ്ങളില്ലാതെ ടെമ്പറേച്ചർ നിലനിർത്തുവാനുള്ള ജലത്തിൻ്റെ ഈ പ്രത്യേകത ഒരു ജീവിയെ സംബന്ധിച്ച് നല്ല കാര്യമാണ്. ജലത്തിന് മറ്റ് അനേകം ഗുണങ്ങളുണ്ട്. തണുത്ത കാലഘട്ടത്തിൽ സമുദ്രങ്ങൾക്കും തടാകങ്ങൾക്കും മുകളിൽ ഒരു ഐസ് പാളി സൃഷ്ടിച്ച് അതിനുള്ളിലെ ജീവികളെ സംരക്ഷിക്കുന്നു. മറ്റു ലിക്വിഡ്സിനെ അപേക്ഷിച്ച് ജലത്തിന് കുറഞ്ഞ വിസ്കോസിറ്റിയാണുള്ളത്. അതിനാൽ അത് എളുപ്പത്തിൽ ഒഴുകുന്നു. കൂടാതെ ജലത്തിന് ഉയർന്ന ബോയിലിംഗ് പോയിൻ്റാണുള്ളത്. ഭൂമിയിൽ സാധാരണ താപനിലയിൽ ജലം ദ്രാവകമായി തുടരുന്നു. ആദ്യകാല ഭൂമിയിൽ ഉയർന്ന UV റേഡിയേഷൻസ് ഉണ്ടായിരുന്നു. ജലം ഈ അൾട്രാവയലറ്റ് പ്രകാശത്തെ ആഗിരണം ചെയ്യുന്നു. ആദിമജീവികളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും സമുദ്രത്തിൻ്റെ ഉപരിതലത്തിനടിയിൽ ജീവൻ വളരാൻ സഹായിക്കുകയും ചെയ്തു. ആദ്യകാല കോശങ്ങളിൽ ജീവൻ്റെ അടിസ്ഥാനമായ ഓർഗാനിക് മോളിക്യൂൾസ് പരസ്പരം പ്രവർത്തിക്കണമെങ്കിൽ അവ അടുത്തു വരണം. ഇതിന് ഒരു ലിക്വിഡ് മീഡിയം ആവശ്യമാണ്. തന്മാത്രകളെ വിഘടിപ്പിക്കാത്ത, അവയെ ചലിപ്പിക്കാൻ സഹായിക്കുന്ന, അവയുടെ കെമിക്കൽ പ്രോപ്പർട്ടീസിനെ ദോഷകരമായി ബാധിക്കാത്ത ഒരു മീഡിയം തന്നെയാവണം അത്. ഇങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും യോജിച്ചത് ജലം തന്നെയാണ്. ഈ സൂചിപ്പിച്ച വിവിധ കാര്യങ്ങൾ നോക്കുമ്പോൾ ജലം ജീവനുണ്ടാകാനും നിലനിൽക്കാനും വളരെ അനുയോജ്യമായ ദ്രാവകമാണെന്ന് കാണാം. ജലത്തിന് പകരം ജലം പോലെ മറ്റൊരു ദ്രാവകവുമില്ല. പ്രപഞ്ചത്തിൽ ഇത്രയധികം ജലമുള്ളപ്പോൾ മറ്റൊരു ദ്രാവകത്തിന് യാതൊരു സാധ്യതയുമില്ല. ഇതുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ അന്യഗ്രഹങ്ങളിൽ ജലം തേടി അലയുന്നത്. ദ്രാവക രൂപത്തിൽ ജലം ഉണ്ടെങ്കിൽ അവിടെ തീർച്ചയായും ജീവനുണ്ടാവാൻ സാധ്യതയേറെയാണ്. നമ്മുടെ പ്രപഞ്ചത്തിൽ ധാരാളം ജലമുണ്ട്. പ്രപഞ്ചത്തിൽ ധാരാളം ജലമുള്ളത് അത്ര വലിയ അത്ഭുതമൊന്നുമല്ല. ജലത്തിൻ്റെ ഘടകങ്ങളായ ഹൈഡ്രജനും ഓക്സിജനും പ്രപഞ്ചത്തിൽ ധാരാളമുള്ള മൂലകങ്ങളാണ്. അതിൽ നിന്നും രൂപം കൊള്ളുന്ന ഏറ്റവും ലളിതമായ തന്മാത്രയും ജലമാണ്. ഹൈഡ്രജൻ, ഹീലിയം, ഓക്സിജൻ എന്നീ തന്മാത്രകൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതലുള്ളത് ജലം തന്നെയാണ്. എന്നാൽ പ്രപഞ്ചത്തിലെ ജലം കൂടുതലും ഐസ് രൂപത്തിലാണ്. ഹാബിറ്റബിൾ സോണിൽ നിൽക്കുന്ന ഗ്രഹങ്ങളിലാണ് ദ്രാവക രൂപത്തിൽ ജലമുള്ളത്. സൂര്യനോടടുത്ത് നിൽക്കുന്ന ഗ്രഹത്തിലെ ജലം ബാഷ്പമായി മാറും. അകലെ നിൽക്കുന്ന ഗ്രഹത്തിലെ ജലം ഐസ് രൂപത്തിലുമായിരിക്കും.
സ്പേസിലെ നക്ഷത്രങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന നെബുലകളിലും ധാരാളം ജലമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ഒരു അന്യഗ്രഹത്തിൽ, അത് ഈ പ്രപഞ്ചത്തിൻ്റെ ഏത് കോണിലായാലും, അവിടെ ഭൂമിയെപ്പോലെ ജീവജാലങ്ങൾ ഉണ്ടെങ്കിൽ അവയുടെ ജൈവരസതന്ത്രം നമ്മെപ്പോലെ തന്നെയായിരിക്കും. കാർബൺ അടിസ്ഥാനമാക്കിയ തന്മാത്രകളായിരിക്കും അവയുടെയും ജീവൻ്റെ അടിസ്ഥാനം. അതുപോലെ ജലവും. എന്നുവച്ചാൽ അന്യഗ്രഹ ജീവികളും ദാഹിക്കുമ്പോൾ അകത്താക്കുന്നത് ജലം തന്നെയായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ ഭൂമിക്ക് പുറത്ത് ജലം തേടി അലയുന്നത് എന്ന് ഊഹിക്കാമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബും ചെയ്തേക്കുക.